ഇന്ത്യ മുന്നണി ഏറ്റവും സൗഹാർദ്ദപരമായി സീറ്റ് വിഭജനം പൂർത്തീകരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. കഴിഞ്ഞ തവണ 39-ൽ കൈവിട്ട ഏക സീറ്റും കൂടി പിടിച്ചെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇത്തവണ മുന്നണിയുള്ളത്. 2019-ൽ ഒന്നിച്ച് മത്സരിച്ച മുഖ്യപ്രതിപക്ഷമായ അണ്ണാ DMKയും BJPയും വേറിട്ട് മത്സരിച്ച് കരുത്തു കാണിക്കാനിറങ്ങിയതോടെ ഇത്തവണ ത്രികോണ മത്സരമാണ് തമിഴകത്ത് നടക്കുന്നത്. നാളെ നമ്മുടെ അയൽപ്പക്കം വിധി എഴുതാൻ പോവുകയാണ്. തത്സമയ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് അലമീൻ, കോയമ്പത്തൂരിൽ നിന്ന് VS രഞ്ജിത്ത് എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ഒപ്പം വിശകലനങ്ങളുമായി ബിനിൽ പോത്തൻ ബാബുവും S രഞ്ജിത്തും ശരത് കെ ശശിയും നോബിൾ മാരിക്കാരനും ഒക്കെ നമുക്കൊപ്പം അടുത്ത ഘട്ടങ്ങളിൽ ചേരും. ഞാൻ ഇപ്പോൾ പോകുന്നത് അലമീനിലേക്കാണ്. അലമീൻ, ചെന്നൈയിലെ ചൂടെങ്ങനെ? രാഷ്ട്രീയ കാലാവസ്ഥ അത് ഈ നിശബ്ദ പ്രചാരണ ദിവസം ചൂടേറി നിൽക്കുകയാണോ? തമിഴകം ഇക്കുറി നമ്മളിപ്പോൾ കണ്ട അഭിപ്രായ സർവേ ഫലങ്ങൾ പോലെ വലിയൊരു എഡ്ജ് ഇന്ത്യ ബ്ലോക്കിന് നൽകുമോ? സുജയ, അന്തരീക്ഷ ചൂട് ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ തന്നെയാണ്. പുറത്തിറങ്ങിയാൽ ഉരുകിയൊലിക്കുന്ന സാഹചര്യം തന്നെയാണ്. ഒരുപക്ഷെ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉരുകിയൊലിക്കുന്ന ഒരു മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും ഒക്കെ ഉഴുതുമറിച്ചിട്ട തമിഴകത്തിൻ്റെ ട്രാക്കിലേക്ക് ആര് ഓടിക്കയറുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നിലവിൽ ലഭിക്കുന്ന സൂചന മനസ്സിലാക്കാനാകുന്നത് ഇവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ, പ്രാദേശിക നേതാക്കളുമായി സംസാരിക്കുമ്പോൾ, രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ മനസ്സിലാക്കുമ്പോൾ ആ ട്രാക്കിൽ നിലവിൽ ആരാണോ മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാർ തന്നെയായിരിക്കും അതിൽ ആ ട്രാക്കിൽ മുന്നേറി പോവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവർക്ക് എത്ര കുറവുണ്ടാകും അല്ലെങ്കിൽ എത്ര കൂടുതലുണ്ടാകും എന്നുള്ളതാണ് പ്രധാനമായി വരുന്ന ഒരു ചോദ്യം. അതോടൊപ്പം ആ ട്രാക്കിലെ രണ്ടാമനാര് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൗതുകപൂർവ്വമായി എല്ലാവരും നിരീക്ഷിക്കുന്നത്. അതിൽ ഒന്നാം സ്ഥാനക്കാരൻ്റെ കാര്യത്തിൽ ഏതാണ്ട് എല്ലാവരും തീരുമാനിച്ചിട്ടുള്ളത് DMKയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി സഖ്യം തന്നെയായിരിക്കും വിജയിക്കുക എന്നതിൽ ആർക്കും സംശയമോ തർക്കമോ ഇല്ല. രണ്ടാമനാര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ രണ്ടാമന് വേണ്ടിയുള്ള ഒരു മത്സരമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണ കഴിഞ്ഞ തവണ വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ദ്രാവിഡ കക്ഷികൾ നേർക്കുനേർ നടത്തിയ ഒരു ഏറ്റുമുട്ടലും പോരാട്ടവുമാണ് തമിഴ്നാടിൻ്റെ ഒരു പൊതു സ്വഭാവമെങ്കിൽ ഇത്തവണ ആ ട്രാക്കിലേക്ക് BJP കൂടിയും കാലൂന്നുന്നു, ചുവടുറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരെ ദ്രാവിഡ കക്ഷികളുടെ തോളത്തിരുന്നുകൊണ്ടാണ് തിരഞ്ഞെടുപ്പുകളെ BJP അഭിമുഖീകരിച്ചത്. ഇപ്പോൾ ആ തോളത്ത് നിന്ന് താഴേക്കിറങ്ങിയും മറ്റു ചിലരെ ചവിട്ടിത്താക്കാനൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനം DMKയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുമ്പോഴും BJPയുടെ യഥാർത്ഥ ശത്രു BJP ലക്ഷ്യം വെക്കുന്നത് അണ്ണാ DMKയുടെ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്കാണ്. ആ അണ്ണാ DMKയെ അവരെ പിഴിഞ്ഞെടുക്കുക, അവരെ പിഴിഞ്ഞ് അവരുടെ വളം തങ്ങൾക്ക് ഊർജ്ജമാക്കി മാറ്റി തമിഴകത്ത് ചുവടുറപ്പിക്കുക, മുഖ്യ പ്രതിപക്ഷമാവുക, അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറുക എന്നുള്ളൊരു നടപടിയാണ്, തന്ത്രമാണ് BJP പയറ്റുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെത്ര കണ്ട് ഫലവത്താകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നേരത്തെ പല ആളുകളുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നത് എന്ത് പറഞ്ഞാലും തമിഴ്നാട്ടിൽ കോൺഗ്രസിനോ BJPക്കോ പ്രസക്തിയില്ല. ഇവിടെ DMKയും അണ്ണാ DMKയും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. മാറുമോ എന്നറിയാൻ അലമീൻ, ഞാനൊന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയാണ്. VS രഞ്ജിത്ത്, ദ്രാവിഡ മക്കളുടെ പോരാട്ടമായിരുന്ന തമിഴകത്തെ പോരാട്ടത്തിലേക്ക് ഇന്ത്യ മുന്നണി വേഴ്സസ് NDA, അതിൽ തന്നെ അണ്ണാമലൈ തരംഗം, അതിൽ എൻക്യാഷ് ചെയ്യാം ഇത്തവണ വോട്ടുകൾ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. തെക്കേ ഇന്ത്യയിലേക്കുള്ള നരേന്ദ്രമോദിയുടെ നോട്ടം അത് അണ്ണാമലൈ എന്ന ഒറ്റ ഫിഗറിൽ ഊന്നിക്കൊണ്ടാണ്. കോയമ്പത്തൂരിലേക്ക് എത്തുമ്പോൾ നമുക്ക് നേരിട്ട് മനസ്സിലാകുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ്? അലമീൻ പറഞ്ഞതിനോട് ചേർത്ത് വെക്കാൻ കഴിയുന്നത് എന്താണ് രഞ്ജിത്ത്? സുജയ, കോയമ്പത്തൂരിൽ നല്ല രാഷ്ട്രീയ ഫൈറ്റാണ്. ഈ രാഷ്ട്രീയ ഫൈറ്റിൽ അണ്ണാമലൈക്ക് ഒരു അല്പം എഡ്ജുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ മണ്ഡലം നേരത്തെ CPM ഇപ്പോൾ സിറ്റിംഗ് MP ആണ്, CPM ആണ് മത്സരിച്ചത്. DMK അവർക്ക് നല്ല വേരോട്ടമുള്ളൊരു മണ്ഡലം CPM-ന് വേണ്ടി മുന്നണി മര്യാദയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ്. അവിടെ CPM ജയിച്ചു കയറി. ഇത്തവണ ആ സീറ്റ് DMK തിരിച്ചെടുത്തത് തന്നെ ഇവിടെ ഒരു അണ്ണാമലൈ എഫക്റ്റ് ഉണ്ടാവാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. അണ്ണാമലൈക്ക് ഒരു കടുത്ത ഫൈറ്റ് കൊടുക്കുക, ഈ സീറ്റ് BJP പിടിച്ചെടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. ഈ സീറ്റ് CPM-ൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ DMK മുന്നിൽ കണ്ടിരുന്നത്. ഇത്തവണ DMKയും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന, ഇന്ത്യ മുന്നണിയും BJP സഖ്യവും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു നല്ല മണ്ഡലം, നല്ല രാഷ്ട്രീയ പോര് നടക്കുന്ന ഒരു മണ്ഡലമാണ് കോയമ്പത്തൂർ. ഈ കോയമ്പത്തൂരിനെ അടിസ്ഥാനമാക്കിയായിരിക്കും തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ മേഖലകളെല്ലാം ഈ BJPയുടെ മുന്നേറ്റത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. ഇന്ന് രാവിലെ നമ്മൾ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിൽ ആളുകൾ വ്യായാമം ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുമായി നമ്മൾ
സംസാരിച്ച സമയത്ത് അവർ റാൻഡമായിട്ട് അവരുടെ ബൈറ്റ് എടുത്തപ്പോൾ അവർ നേരത്തെ സംസാരിക്കാതെ നമ്മുടെ ലൈവിനിടയിൽ പോയി ബൈറ്റ് എടുത്ത സമയത്ത് അവരെല്ലാവരും പറയുന്നുണ്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടല്ല അണ്ണാമലയോട് അവർക്കുള്ള ഒരു അനുകമ്പയെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള ഒരു താല്പര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോയമ്പത്തൂരിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ അണ്ണാമലയ്ക്ക് ഒരു സ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സ്വാധീനം മറ്റു മണ്ഡലങ്ങളിലേക്ക് പോകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അണ്ണാമലയെ പോലെ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉള്ള മറ്റ് സ്ഥാനാർത്ഥികൾ BJP കൊണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. നേരത്തെയൊക്കെ മത്സരിപ്പിച്ചിട്ടുള്ള എൽ മുരുകനെ പോലെ തമിഴിസൈ സുന്ദരരാജനെ പോലുള്ള സ്ഥാനാർത്ഥികളൊക്കെ BJP കൊണ്ട് അവരൊക്കെ BJPയുടെ മുഖങ്ങളാണ് താനും. പക്ഷേ കോയമ്പത്തൂരിലുള്ള പോലെ ഇഫക്റ്റ് മറ്റു മണ്ഡലങ്ങളിലുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ നീലഗിരി പൂർവ്വ എൽ മുരുകൻ മത്സരിക്കുന്ന മണ്ഡലം, ചെന്നൈയിലെ സുന്ദർരാജ് മത്സരിക്കുന്ന മണ്ഡലം, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ BJP ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇത്തവണ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് എടുത്തു പറയേണ്ട ഒരു സാധനമാണ്. കാരണം തമിഴ്നാട്ടിലെ വാണിയാർ സമുദായം മുതൽ തേവർ സമുദായം മുതൽ ഇവിടുത്തെ SC/ST സമുദായത്തെ വരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ BJP നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാണിയർ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് പട്ടാളി മക്കൾ കച്ചി. ഈ പട്ടാളി മക്കൾ കച്ചിയെ കൂടെ നിർത്താൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു കാലത്ത് ജയലളിതയുടെ കൂടെ നിന്നിരുന്ന ശശികലയുടെ മരുമകനായിട്ടുള്ള TT ദിനകരൻ, അദ്ദേഹം ഇവിടെ തേവർ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ BJP കൂടെ നിർത്തുന്നു. അതുപോലെ എൽ മുരുകനെ പോലെ, പൊൻ രാധാകൃഷ്ണനെ പോലെ പിന്നോക്ക സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള പിന്നോക്ക സമുദായങ്ങളുടെ മുഖങ്ങളായിട്ടുള്ള BJP നേതാക്കളെ മത്സര രംഗത്ത് ഇറക്കുന്നു. ഗൗഡർ സമുദായത്തിൽ നിന്നാണ് അണ്ണാമലൈ വരുന്നത്. ഇതുപോലെ സാമുദായികമായൊരു എഞ്ചിനീയറിംഗ് അവർ നടത്തിയിട്ടുണ്ട്. ഒപ്പം തമിഴ്നാട്ടിലെ പ്രബല കക്ഷിയായ DMK-ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് അണ്ണാമലൈ ഈ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് കയറുന്നത്. പ്രത്യേകിച്ച് ഈ DMK മന്ത്രിസഭയിൽപ്പെട്ട ധനമന്ത്രിയൊക്കെ രാജിവെപ്പിക്കാൻ, അഴിമതി ആരോപണം ഉന്നയിക്കാൻ, DMK-യുടെ കുടുംബാധിപത്യത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഷയിൽ സംസാരിക്കാനുള്ള കരുത്തുറ്റൊരു നേതാവിനെ അവതരിപ്പിച്ചുകൊണ്ട് അണ്ണാമലൈ എഫക്റ്റിൽ എന്തെങ്കിലും സാധിക്കുമോ എന്നുള്ളതാണ് ഇത്തവണ BJP നോക്കുന്നത്. ഏതായാലും സൗത്ത് ഇന്ത്യയിൽ BJP ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കോയമ്പത്തൂർ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്, അൽ അമീൻ. രണ്ടുപേരും തമിഴക രാഷ്ട്രീയം കലക്കി കുടിച്ച് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കൂടുതൽ വിശകലനങ്ങൾക്കുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്താം.